നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് നമ്മുടെ കനോണിക്കൽ എൻസെമ്പിൾ തിയറി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചാണ്. ഹാർമോണിക് ഓസിലേറ്റർ രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ക്ലാസിക്കൽ തിയറി വെച്ചിട്ടും രണ്ടാമത് ക്വാണ്ടം തിയറി വെച്ചിട്ടും. അതായത് ക്ലാസിക്കൽ തിയറി വെച്ചിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസും അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസും, പിന്നെ ക്വാണ്ടം തിയറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ തിയറിയാണ്, ബൈ ക്ലാസിക്കൽ. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് n പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഹാർമോണിക് സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. n പാർട്ടിക്കിൾസ് വരുന്ന ഒരു ഹാർമോണിക് സിസ്റ്റം. അതിൻ്റെ കേസിലുള്ള എനർജി അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ i ഫ്രം 1 to n half into m into omega square q square. This is the value for the kinetic energy plus p I square divided by 2m. That is this is the potential energy and the kinetic energy I starting from 1 to n എന്നതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്തായിരുന്നു? QN V, T is equal to ഇൻ്റഗ്രേഷൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് സമ്മേഷൻ്റെ ടേംസിൽ എഴുതാം. ഞാൻ തൽക്കാലം ഇൻ്റഗ്രേഷൻ്റെ ടേംസിൽ എഴുതാണ്. ദാറ്റ് ഈസ് 1 divided by h power of 3n integral e raised to minus beta e into d omega, where d omega is the d3nq d3np എന്നതാണ് d3n എന്ന് പറയുന്നത്. ഇത് n പാർട്ടിക്കിളിൻ്റെ കേസിലാണ്. നമ്മൾ ഒരു 1 ഡയമെൻഷനിലെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സിംഗിൾ പാർട്ടിക്കിൾസ് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. മാത്രമല്ല ഒരു 1 ഡയമെൻഷനിലും. അപ്പോൾ നമുക്ക് Q1 ആയിരിക്കും നമുക്ക് കിട്ടുക. Q1 V, T is equal to 1 divided by h integral e raised to minus beta e d omega എന്നുള്ള dq dp എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, എനർജി എന്ന് പറയുന്നത് സമ്മേഷൻ ഒഴിവാക്കി നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് സിംഗിൾ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, മാത്രമല്ല സിംഗിൾ 1 ഡയമെൻഷനിലുമാണ്. സോ Q1 is equal to 1 divided by h integral from 0 to infinity and integral ഉണ്ടാവും with respect to Q with respect to P യും e raised to minus beta half into m into omega square q square plus p square divided by 2m. കാരണം അതിൻ്റെ ടേംസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സിംഗിൾ പാർട്ടിക്കിളാണ്, 1 ഡയമെൻഷനിലുമാണ്. ഇൻറ്റു ഡി ക്യു ഡി പി ഇത് രണ്ട് ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 1 by h ഇൻ്റഗ്രൽ 0 to infinity e raised to minus beta half into m into omega square q square into dq into integral 0 to infinity e raised to minus beta p square divided by 2m into dp. രണ്ട് ഇൻ്റഗ്രലാക്കി ഞാൻ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ തിയറി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് ഒരു ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആവണം. ക്ലാസിക്കൽ തിയറിയിലെ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസാണ് നമ്മൾ സാധാരണ നോർമലി നമ്മൾ കൺസിഡർ ചെയ്യാറ്. പക്ഷേ അതുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ n ഫാക്ടറുകൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുകയും വേണം, കാരണം ഗിബ്സ് പാരഡോക്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിവിടെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഓരോ ലെവലിലുള്ള എനർജി സ്റ്റേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓസിലേറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഓരോ എനർജി സ്റ്റേജിലുള്ള ഓരോ ലെവൽസിനെയാണ് നമ്മൾ ഓസിലേറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഓരോ സിസ്റ്റത്തിലും പാർട്ടിക്കിൾസ് അല്ല ഉണ്ടാവുക, പകരം ഒരു ഗോസി പാർട്ടിക്കിൾസ് ആയിരിക്കും. ഗോസി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ ഫോട്ടോൺ ആണെങ്കിൽ 2 ടൈപ്പ് പാർട്ടിക്കിൾസ് വരും. ഇവിടെ ഫോട്ടോൺ ഓർ ഫോണോൺ. ഒരു ഓസിലേറ്ററിൽ ഫോട്ടോൺ ആണെങ്കിൽ വേറെ ഇതിൽ ഫോണോൺ ആയിരിക്കും. അത് ഏതാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി ആണെങ്കിൽ പോലും ഇവിടെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററിൽ ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗോസി പാർട്ടിക്കിൾസ് ആണ്, ഒന്നെങ്കിൽ ഫോട്ടോൺ ആവാം അല്ലെങ്കിൽ ഫോണോൺ ആവാം. അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ദ ഇൻഡിസ്റ്റിങ്വിഷബിളായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും ഓരോ ലെവൽസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓസിലേറ്റർ ലെവൽസും. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടിക്കിൾ ഇൻഡിസ്റ്റിങ്വിഷബിളായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യും.
അതുകൊണ്ട് നമുക്ക് n ഫാക്ടറിയൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷബിളായി വെച്ചിട്ടുള്ള റിലേഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഓസിലേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓരോ സിസ്റ്റത്തിലുള്ള ഓരോ എനർജി ലെവലിനെയും സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി ലെവൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇവിടുത്തെ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഈ ഓസിലേറ്ററിൽ പാർട്ടിക്കിൾസ് അല്ല, പകരം ഗോസി പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു കേസിൽ ഫോട്ടോൺ ആണെങ്കിൽ ഒരു കേസിൽ എന്തായിരിക്കും, മറ്റൊരു കേസിൽ ഫോണോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓസിലേറ്റർ ലെവലിൽ ഏതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഇൻഡിസ്റ്റിങ്വിഷബിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇൻഡിസ്റ്റിങ്വിഷബിളായിട്ട്, അതായത് ഒരു ലെവലിൽ ഫോട്ടോൺസ് ആവും, ഒരു ലെവലിൽ ഇലക്ട്രോൺസ് ആവും. അപ്പോൾ നമ്മൾ സിംഗിൾ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫോട്ടോൺസ്, ആ ഫോട്ടോൺസിന് നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിളാണ്. ഒരു ലെവലിൽ ഫോണോൺസ് ആയിരിക്കും, ഇത് ഇൻഡിസ്റ്റിങ്വിഷബിളാണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ n ഫാക്ടറിയൽ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതായത് ഓരോ ലെവൽ ഇവിടെ ഒരു ഓസിലേറ്റർ ഓരോ ലെവലായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ഫോട്ടോൺ ആണെങ്കിൽ ഇവിടെ ഫോണോൺ ആണ് വരുന്നത്. പക്ഷേ ഒരു ലെവലിൽ ഒരു പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏത് പാർട്ടിക്കിൾ, അപ്പോൾ ഓരോ ലെവൽ സിംഗിൾ ലെവൽ വെച്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓസിലേറ്റർ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സിംഗിൾ ഓസിലേറ്ററാണ്, അതിൻ്റെ റിലേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഓസിലേറ്ററിൽ എന്താണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, ഇൻ ക്ലാസിക്കൽ തിയറി ആണെങ്കിൽ പോലും. സോ നമുക്ക് n ഫാക്ടറിയൽ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ റിലേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് എഴുതി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇൻ്റഗ്രൽ 0 to ∞ e⁻² dx അതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫോർമുല, ഗോസിയൻ ഫോർമുലയാണത്, √π/a എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് ഇത് രണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസ് ഇതിന് ഇക്വേഷൻ നമ്പർ a എന്ന് കൊടുക്കുന്നു. ഈ ഒന്നാമത്തെ കേസിൽ a എന്ന് പറയുന്നത് എന്താണ്, m⍵²/2β എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള ഡിഫറൻഷ്യൽ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ 0 to ∞ e⁻β - β m⍵²q² × dq. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/a. എന്ന് പറഞ്ഞാൽ m⍵²/2β, ബീറ്റ എന്ന് പറയുന്നത് kT ആണ്, (1/2). ഓക്കെ എന്ന് കിട്ടും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് β/2m എന്നതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to ∞ e⁻βp²/2m dp. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/β, ദാറ്റ് ഈസ് kT/2m, (1/2). ഓക്കെ എന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂ ഇക്വേഷൻ നമ്പർ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ q1 = 1/8 2π/m⍵²kT, (1/2) 2m/kT, (1/2). ഓക്കെ, ഇനി നോക്കാം. ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. രണ്ടിന് പവർ 1/2 ആയതുകൊണ്ട് 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. പൈ വരുന്നുണ്ട്, കേട്ടിയും ക്യാൻസൽ ചെയ്ത് പോയി, എം ക്യാൻസൽ ചെയ്ത് പോയി, ω² വരുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 2π പുറത്തേക്ക് എടുത്തു, kT ക്യാൻസൽ ചെയ്ത് പോയി, /h × ω. ഓക്കെ, h × ω, 2πh × ω എന്ന് കിട്ടും. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ബീറ്റ എന്നുള്ള വാല്യൂ ആണ്, മുകളിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെയാണ് വരുന്നത് ബീറ്റ. അപ്പോൾ kT മുകളിൽ വരും. ഇവിടെ kT മുകളിൽ വന്നു. അപ്പോൾ ഒരു kT എന്നുള്ള ടേമും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 2π kT/h ω എന്നുള്ള റിസൾട്ട് വരും. അപ്പോൾ 2π/h 1/h കട്ടെന്ന് വരും, 1/kT എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് വരും. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, q1 = 1/βh ω എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ n പാർട്ടിക്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ qn = q1/n എന്ന് എഴുതിയാൽ മതി. നമുക്ക് പറഞ്ഞു n ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ
Qn is equal to Q1, that is beta h cut omega all power of minus n. Q1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ ബീറ്റ h cut omega ആണ്. അത് മുകളിലേക്ക് വന്നാൽ പവർ -1 വരും. n കൂടി കൊടുക്കുകയാണെങ്കിൽ -n എന്ന് വരും. ദറ്റ് ഈസ് ദ partition function for the harmonic oscillator using by classical theory. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കാണണം. ഫസ്റ്റ് നമ്മൾ എൽമോൾസ് എനർജി കാണുന്നു. എൽമോൾസ് എനർജി കാണാനുള്ള ഇക്വേഷൻ എസ് ഈക്വൽ ടു മൈനസ് കെ ടി എൽ എൻ ക്യു എൻ എന്നതാണ്. ബീറ്റിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി എൽ എൻ ഓഫ് Qn, that is beta h cut omega all power of minus n, that is equal to minus n പുറത്ത് കൊടുക്കുന്നാൽ nkt ln of beta h cut omega, that is equal to is equal to nkt ln of h cut omega divided by kt. This is the value for the Helmholtz energy. Okay, Helmholtz energy കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രഷർ കാണണം. പ്രഷർ is equal to minus dou A divided by dou V at constant number of particles and entropy temperature, that is equal to വോളിയത്തിൻ്റെ ടേംസ് ഇതിൽ ആബ്സെൻ്റ് ആണ്. സോ പ്രഷർ എന്ന് പറയുന്നത് 0 വരും. അടുത്ത കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് dou A divided by dou N with respect to at constant temperature and volume. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, mu is equal to h cut omega divided by kt. അപ്പോൾ n പുറത്തേക്ക് kt ഇൻറ്റു എൽ എൻ ഓഫ് h cut omega divided by kt എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ. ദെൻ നെക്സ്റ്റ് എൻട്രോപ്പി is equal to minus dou A divided by dou T at constant volume and number of particles, that is equal to with respect to T ആണ്. ആ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗിൻ്റെ വാല്യൂ ആണ് 1 ഡിവൈഡ് ബൈ h cut omega divided by kt ഇൻറ്റു h cut omega divided by k 1 by t-ൻ്റേത് മൈനസ് 1 by t സ്ക്വയർ പ്ലസ് ln h cut omega divided by kt ഇൻറ്റു nk. So that is equal to h cut omega kt ഇവിടെ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. k ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു t ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഈ ടിയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ മൈനസ് nk പ്ലസ് ln ഓഫ് h cut omega divided by kt ഇൻറ്റു nk, that is equal to nk ഇൻറ്റു 1 മൈനസ് nk ഇൻറ്റു ln ഓഫ് h cut omega divided by kt minus 1. This is the value for the entropy. എൻട്രോപ്പി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എനർജി കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എ ഈക്വൽ ടു എ പ്ലസ് ടി എക്സ് എന്നതാണ്. എ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് എൻ കെ ടി ln ഓഫ് h cut omega divided by kt പ്ലസ് ടി ഇൻറ്റു എക്സ്. എക്സ് ഇവിടെ ഉണ്ട്, അപ്പോൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ കെ ടി ln ഓഫ് h cut omega divided by kt മൈനസ് എൻ കെ ടി. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കൊണ്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. എന്തിൻ്റെ വെച്ചാൽ ഈ മൈനസ് നമ്മൾ എഴുതാൻ മറന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ മൈനസ് ആൻഡ് ദിസ് ഈസ് എ മൈനസ്. അപ്പോൾ മൈനസ് വരുന്നതുകൊണ്ട് ഇവിടെ മൈനസ് ln ഓക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് nk ln ഓഫ് h cut omega എന്നതാണ്. അപ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ ഈ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവാക്കി മാറ്റാം. kt ഡിവൈഡ് ബൈ h cut omega എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വലാണ്, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് nkt എന്നുള്ളൊരു വാല്യൂ വരും, ദാറ്റ് ഈസ് ദ ഇൻറ്റേർണൽ എനർജി. കാരണം ഇത് രണ്ടും ഈക്വലാണ്, ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് നെഗറ്റീവ് വാല്യൂ ആണ്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അടുത്തത് നമുക്ക് സ്പെസിഫിക് ഹീറ്റാണ് കാണാനുള്ളത്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് CV is equal to dou U divided by dou T at constant volume. അപ്പോൾ U എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ NKT എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ CV is equal to NK എന്ന് എഴുതാം. CP is equal to
dou H divided by dou T at constant pressure, that is equal to dou U divided by dou T plus dou PV divided by dou T. പ്രഷർ 0 ആയതുകൊണ്ട് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി എന്ന് തന്നെ എഴുതാം. കാരണം പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. സോ ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് എൻ കെ. അപ്പോൾ സി പി സി വി എന്ന് പറയുന്നത് എന്താണ്? ഈക്വലൻ്റ് ആണ് ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ സി വി is equal to സി പി എന്ന് നമുക്ക് എഴുതാം ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ എന്നത്. ഇത്രയാണ് നമുക്ക് ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്വാണ്ടം തിയറി വെച്ചിട്ട് ഈ ഹാർമോണിക് ഓസിലേറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറി വെച്ചിട്ട് ഒരു 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് എപ്സിലോൺ എൻ is equal to n plus half into h cut omega എന്നതാണ്. if n is equal to 0, 1, 2, 3 etc. ഓക്കെ, ദെൻ സിംഗിൾ പാർട്ടിക്കിൾസിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് Q1 is equal to സിഗ്മ n ഫ്രം 0 to infinity e raised to minus beta epsilon n എന്നതാണ് നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ കാണാനുള്ള റിലേഷൻ. എപ്സിലോൺ എന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സിഗ്മ n is equal to 0 to infinity e raised to minus beta n plus half into h cut omega. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. സിഗ്മ n is equal to 0 to infinity e raised to minus beta n h cut omega e raised to minus beta h cut omega divided by 2. ഓക്കെ, രണ്ട് ടേമായിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ എന്നിൻ്റെ ടേംസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ സമ്മേഷൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ബീറ്റ എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ 2 സിഗ്മ n is equal to 0 to infinity e raised to minus beta n h cut omega. Okay, sigma n is equal to 0 to infinity x raised to n, that is equal to 1 divided by 1 minus x എന്നതാണ്. അതായത് ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രകാരം നമുക്കിതിനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എന്ന് എഴുതാം. എസ് റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ദിസ് പവർ ഓഫ് എൻ. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ Q1 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ. ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 എന്ന് എഴുതാം. അതായത് ഇവിടെ ബൈ 2 ഇവിടെ ഡിവൈഡ് ബൈ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷനിലേക്ക് എത്തും. അതായത് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ 1 വരും. ഇവിടെ 1 ഡിവൈഡ് ബൈ ദിസ് ക്വാണ്ടിറ്റി അതിനെ ഈ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ അതുപോലെ വന്നു. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് 1/2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ 2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ ഹൈപ്പർബോളിക് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ അത് നമുക്കവിടെ കിട്ടും. സോ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് അതായത് ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 മൈനസ് ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 എന്നുള്ള വാല്യൂ അത് നമുക്ക് 1/2 1 ഡിവൈഡ് ബൈ സൈൻ ഹൈപ്പർബോളിക് ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 എന്നുള്ള ടേംസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഹൈപ്പർബോളിക് ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ 2 ഓൾ പവർ ഓഫ് -1 എന്ന് വരും. അപ്പോൾ ഒന്നുകിൽ ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഫോർ ഡിറ്റർമൈൻ ദ അതർ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്. Q1 ഈക്വൽ ടു ദിസ് വൺ. അങ്ങനെയാണെങ്കിൽ Qn ഈക്വൽ ടു Q1 പവർ ഓഫ് n, that is equal to e raised to minus beta h cut omega n divided by 2 all divided by 1 minus e raised to minus beta h cut omega all power of n. This is the value for the
partition function for the n particles. Okay. ഇനി നമുക്ക് ബാക്കിയുള്ള തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കാണണം. സോ എൽമോൾസ് എനർജി is equal to minus kT ln of Qn, that is equal to minus kT ln of Qn എന്ന് പറഞ്ഞാൽ e raised to minus beta h cut omega by 2 all divided by 1 minus e raised to minus beta h cut omega all divided by all power of n, that is equal to minus nkt ln of e raised to minus beta h cut omega by 2 minus ln of 1 minus e raised to minus beta h cut omega. Okay, that is equal to minus nkt, this value minus beta h cut omega by 2 minus ln of 1 minus e raised to minus beta h cut omega, that is equal to beta is equal to 1 by kt. So we get n h cut omega divided by 2. kt beta will be cancelled from this equation. Okay, അപ്പോൾ n h cut omega divided by 2 minus into minus plus nkt ln of 1 minus e raised to minus beta h cut omega. This is the value for the Helmholtz energy. And the second pressure is equal to minus dou A divided by dou V at constant temperature and number of particles. Here the volume is absent in this term, so pressure will be 0. Then chemical potential is equal to minus dou A divided by dou n at constant temperature and volume, that is equal to, here A is equal to this one, with respect to n, h cut omega divided by 2 plus kt ln of 1 minus e raised to minus beta h cut omega. This is the value for the chemical potential. Entropy is equal to minus dou A divided by dou T at constant volume and number of particles, that is equal to, നമ്മൾ എൽമോൾസ് energy എന്ന് പറഞ്ഞാൽ A is equal to n h cut omega divided by 2 plus nkt ln of 1 minus e raised to minus beta h cut omega by 2 എന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടേംസിൽ ടെമ്പറേച്ചർ ഇല്ല, അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. ദറ്റ് ഈസ് മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എൻ കെ ടി ln of 1 minus e raised to minus beta h cut omega by 2 എന്നതായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. കാരണം ബീറ്റ എന്ന് പറഞ്ഞാൽ 1 by kt ആണ്. ഓക്കെ, സോറി, ഡിവൈഡ് ബൈ 2 അല്ല, h cut ഡിവൈഡ് ബൈ kt എന്ന് വരും. ദാറ്റ് ഈസ് ദ എൽമോൾസ് എനർജി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. സോ നമുക്ക് എഴുതാം മൈനസ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 1 divided by 1 minus 1 e raised to 1 divided by 1 minus h cut omega divided by kt into e raised to minus e raised to h cut omega divided by kt. വീണ്ടും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, മൈനസ് h cut divided by omega divided by k into minus 1 by t square. ഇത്രയായിരിക്കും ഈ രണ്ടാമത്തെ ടേംസിൻ്റെ ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആദ്യം ലോഗിൻ്റെ ഡിഫറൻഷ്യൽ, പിന്നെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഡിഫറൻഷ്യൽ 1 × 0 മൈനസ് ഇ റേസ്റ്റ് സംതിങ്, പിന്നെ ഈ എക്സ്പൊണൻഷ്യൻ്റെ മുകളിലുള്ളതിൻ്റെ മൈനസ് h cut divided by k കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു, 1 by t അതിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് 1 by t square പ്ലസ് ln of 1 minus exponential of minus h cut omega divided by kt into nk എന്നതായിരിക്കും വരിക. ഇനി നോക്കുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഒരു മൈനസ്, ഇവിടെ 2 3 മൈനസ് വരുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും വരിക. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ്, ഇവിടെ ഒരു ടെമ്പറേച്ചർ വരുന്നുണ്ട്, ഇവിടെ ഒരു ടെമ്പറേച്ചർ വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ t സ്ക്വയറിൽ t ആയിട്ട് മാറും.
ഇവിടെ h cut omega divided by kt. ഓക്കെ, അപ്പോൾ nk h cut omega divided by kt e raised to minus h cut divided by omega divided by kt all divided by 1 minus e raised to h cut omega divided by kt എന്ന് വരും. ഓക്കെ, പ്ലസ് nk ln of 1 minus e raised to minus h cut omega divided by kt എന്ന് ഇവിടെയും വരും. ഓക്കെ, ദിസ് ഈസ് ദ വാല്യൂ. nk വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഈ മൈനസ് കൂടി ഇതിനകത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് nk h cut omega divided by kt ഇൻറ്റു ഇവിടെ e raised to minus h cut divided by omega t കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 divided by e raised to h cut omega divided by kt minus 1 എന്ന് വരും. പ്ലസ് nk മൈനസ് പുറത്തേക്ക് ഇവിടെ മൈനസ് വരും. മൈനസ് nk ln of 1 minus e raised to minus h cut omega divided by kt. This is the value for the entropy. Okay, this is the value for the entropy എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റേർണൽ എനർജിയാണ് കാണേണ്ടത്. ഇൻറ്റേർണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ u is equal to a minus ts, സോറി a plus ts. a എന്തായിരുന്നു? n h cut omega divided by 2 plus nkt ln of 1 minus e raised to minus beta h cut omega എന്നതായിരുന്നു. പ്ലസ് ടി ഇൻറ്റു എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയും ടി കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ nkt h cut omega divided by kt ഇൻറ്റു 1 divided by e raised to h cut omega divided by kt minus 1 minus nkt ln of 1 minus e raised to minus beta h cut omega. 1 by kt ഉള്ളത് ഞാൻ ബീറ്റ എന്നുള്ള ടേംസ് കൊണ്ട് ഒന്ന് മാറ്റി. ഇനി ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു n h cut omega by 2 പ്ലസ് ഇവിടെയും വാല്യൂ വരുന്നുണ്ട്. സോ ഇവിടുത്തെ വാല്യൂ നമുക്ക് കേട്ടിങ് ക്യാൻസൽ ചെയ്ത് പോയി. n h cut omega divided by e raised to h cut omega divided by kt minus 1 എന്ന് വരും. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് n h cut omega divided by 2 പ്ലസ് n h cut omega divided by എക്സ്പൊണൻഷ്യൽ ഓഫ് h cut omega divided by kt മൈനസ് 1 എന്ന് കിട്ടും. ദെൻ ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കാണണം. ദെൻ സ്പെസിഫിക് ഹീറ്റ് cv is equal to specific heat cv is equal to dou u divided by dou t at constant volume. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു യു ആണ് നമുക്ക് ചെയ്യേണ്ടത്. ദെൻ യു is equal to n h cut omega divided by 2 plus n h cut omega divided by e raised to beta h cut omega minus 1 എന്നതാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ ഇതിൽ ടെമ്പറേച്ചർ ആബ്സെൻ്റ് ആണ്, 0 വരും. ഇവിടെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n h cut omega പുറത്തേക്ക് എടുത്തു. e raised to beta h cut omega എന്നുള്ള ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ മൈനസ് 1 ഇൻറ്റു e raised to beta h cut omega minus 1 ഹോൾ സ്ക്വയർ ഇൻറ്റു പിന്നെ വരുന്നത് എക്സ്പോണൻഷ്യൻ്റെ പവറിലായിട്ട് e raised to beta h cut omega ഇൻറ്റു മൈനസ് h cut omega divided by kt സ്ക്വയർ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്നാണത്. ഇവിടെ h cut omega വരുന്നുണ്ട്, ഇവിടെ h cut omega വരുന്നുണ്ട്. ഈ മൈനസും പോസിറ്റീവ് ആവും. അപ്പോൾ e raised to beta h cut omega divided by e raised to beta h cut omega minus 1 ഹോൾ സ്ക്വയർ അതുപോലെ എഴുതി. ഇനി ഇവിടെ n വരുന്നുണ്ട്, പിന്നെ h cut omega സ്ക്വയർ വരുന്നുണ്ട്, ടി സ്ക്വയർ വരുന്നുണ്ട്. ഒരു കെയും കൂടി വന്നാൽ നമുക്ക് കെ സ്ക്വയർ ആക്കി എഴുതാം. അപ്പോൾ ഞാനൊരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഒരു കെ കൊണ്ട് ഡിവൈഡും ചെയ്താൽ കെ ടി ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, e raised to beta h cut omega divided by e raised to beta h cut omega minus 1 whole square into nk
into h cut omega divided by kt whole square. Then specific heat at constant pressure Cp is equal to dou H divided by dou T at constant pressure, that is equal to dou U plus PV divided by dou T, that is equal to dou U divided by dou T plus dou PV divided by dou T. Then pressure is equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ this is equal to dou U divided by dou T, that is equal to CV. Then Cp is equal to CV is equal to e raised to beta h cut omega divided by e raised to beta h cut omega minus 1 whole square into nk into h cut omega divided by kt whole square. This is the value for the specific heat. Okay. അപ്പോൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ ആണ്, റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൽ പഠിക്കാനുള്ളത് ബൈ ക്വാണ്ടം തിയറി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പാർട്ടീഷൻ ഫംഗ്ഷൻ കാണുക എന്നതാണ്. അത് 1 ഡയമെൻഷനിലാണോ n ഡയമെൻഷനിലാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ എൽമോൾസ് എനർജി കാണുക. ദെൻ നമുക്ക് പ്രഷർ, കെമിക്കൽ പൊട്ടൻഷ്യൽ, എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക, എൽമോൾസ് എനർജിയും എൻട്രോപ്പിയും വെച്ചിട്ട്. ദെൻ CV, CP, ഇത്രയും തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടാൽ മതി എല്ലാ എക്സാമ്പിളിലും. അപ്പോൾ ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് നമുക്ക് കണ്ടെത്താനുള്ളത്. ആ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.